എല്ലാവരോടും ഫസ്റ്റിൽ തന്നെ സോറി ചോദിക്കുകയാണ്. കാരണം ഇന്നത്തെ വീഡിയോ നമുക്ക് നേരത്തെ എടുക്കാൻ പറ്റിയില്ല. ക്ലാസ്സും കുറച്ച് തിരക്കുകളും ഒക്കെ ആയിട്ട് നല്ലപോലെ വൈകി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ലൈറ്റൊക്കെ ഒപ്പിച്ചാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ലൈറ്റിങ് പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. ബൈ ദ വേ, ഈ സംഭവം ഞാൻ എന്തിനാണ് മടക്കണമെന്ന് മനസ്സിലായല്ലോ. നമുക്കിപ്പോൾ ഒരു പൂ ഉണ്ടാക്കണം. ഒന്നല്ല, കുറച്ചധികം പൂക്കൾ ഉണ്ടാക്കണം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ് കേട്ടോ. അപ്പോൾ അതിലെ മെയിൻ കഥാപാത്രമാണ് ഈ പൂവും കുറച്ച് ഇലകളും. ഇതിപ്പോൾ ഏതൊരാൾക്ക് ഈസിയർ ഉണ്ടാക്കുന്ന സംഭവമൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പേപ്പർ നമ്മൾ എടുക്കുന്നത് പൂവിൻ്റെ ഇല ഉണ്ടാക്കാൻ വേണ്ടിട്ടോ. പിന്നെ വീഡിയോയിൽ ഞാൻ ആ പേപ്പർ മടക്കുന്നതായിട്ട് കാണിച്ചിട്ടുള്ളൂ. അത് അങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു മെത്തേഡിൽ ഇല ഉണ്ടാക്കുന്നത് മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ബൈ ദ വേ, എനിക്ക് ഈ സംഭവം അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് പിൻട്രസ്റ്റ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇല വെട്ടാൻ ഭയങ്കര മടിയുള്ള എനിക്ക് ഈ പിൻട്രസ്റ്റിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഈസി ആയിട്ട് ഇല ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇലയുടെ മെത്തേഡൊക്കെ പഠിച്ചു. ഇനി ഇപ്പോൾ ഈ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൽ വരച്ചേക്കുന്ന ഈ നടുക്കത്തെ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. 2 സെൻറ്റിമീറ്റർ വീതിക്കാണ് ഞാൻ ആ വരച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ, നിങ്ങൾ സാധാരണ നോട്ട്ബുക്കിൻ്റെ പേപ്പർ എടുത്താൽ മതി. അതൊന്ന് വെച്ച് റാപ്പ് ചെയ്തിട്ട് ഓരോ സ്ട്രിപ്സും ഒരു 1/2 സെൻറ്റിമീറ്റർ വീതിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ ക്രോസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് ഒരു 5-6 പീസ് പേപ്പറും കൂടെ ഹാങ് ചെയ്യാൻ വേണ്ടി ഒട്ടിക്കേണ്ടതുണ്ട്. അതും ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നോർമൽ പേപ്പർ തന്നെയാട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇലകൾ, ശരിക്കും കണക്ക് പറഞ്ഞാൽ ഒരു 9 ഇലയും 9 പൂവും. ഇവരെ ഓരോന്നോരെയായിട്ട് നമുക്ക് ഓരോരുത്തർ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു പൂവിൻ്റെ മിഡിലിൽ വന്നേക്കുന്ന ആ ഒരു മൊട്ട് ക്ലേ വെച്ച് ചെയ്തേക്കുന്ന കേട്ടോ. എനിവേ, ഇതാണ് ഫൈനൽ ലുക്ക്. ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.